വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവ ഇറങ്ങിയെന്ന സംശയവും ഇതോടൊപ്പം തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. വടക്കേക്കര സ്വദേശി രവികുമാറിന്റെ ആടിനെ വന്യജീവി കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. എം കമൽ തന്നെ ഇതിന്റെയും വിശദാംശങ്ങൾ നൽകും. കമൽ, ഗുഡ് മോർണിംഗ്. ഈ വന്യജീവി ആക്രമണങ്ങളുടെ കാര്യം ഓരോ ദിവസവും നമുക്ക് വാർത്ത നൽകാനുണ്ട്. നിരവധി ജീവഹാനികളുടെ കഥകൾ, വിവരങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോഴിതാ വീണ്ടും കടുവയാണെന്ന് സംശയിക്കുന്നു. വന്യജീവിയാണ് ആടിനെ കൊന്നത്. പക്ഷേ അത് ഇനി ആദ്യം കടുവയാണെന്ന് സ്ഥിരീകരിക്കണം, തുടർന്നായിരിക്കണം വനം വകുപ്പിന്റെ നടപടികളും, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആടിനെ കടുവ കൊന്നതിനെ തുടർന്ന് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കടുവയെ സ്ഥിരീകരിക്കുകയും ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അതിനടുത്ത് തന്നെ മറ്റൊരാടിനെ ഇന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ ആ പ്രദേശത്ത് സ്ഥാപിക്കാനാകുമെന്നാണ് വനംവകുപ്പ് ഇന്ന് രാവിലെ അറിയിച്ചിരിക്കുന്നത്. കടുവയുടെ ചിത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. എന്തായാലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു പുഴ കടന്നാൽ കർണാടകയിലെ കടുവാ സങ്കേതമായി നാഗർഹോളയുടെയും ബന്ദിപ്പൂരിന്റെയും ഒക്കെ ഭാഗങ്ങളാണ്. അവിടെ നിന്നാണ് കടുവ വരുന്നത് എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. എന്താണെങ്കിലും ആളുകൾക്ക് ഭീതിയുണ്ട്, ജനവാസ മേഖലയാണ്. അതുകൊണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ ഈ ആശങ്ക അകറ്റാനുള്ള കൂടുതൽ നടപടികൾ ഇന്ന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.